Please. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 9 മാസമായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ നടത്തിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കേരള പുരസ്കാരത്തിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഉപ്പാക്ക് കിട്ടേണ്ട ഒരു ബഹുമതി ഞാൻ ഉപ്പ മരണപ്പെട്ടതോടുകൂടി ഞാൻ ഏറ്റുവാങ്ങുന്നു എന്ന് വിചാരിച്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മുടെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടുന്നത് ടൊമാറ്റോ റൈസാണ്. ബിരിയാണി അല്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിന് മുമ്പ് ഈ ഒരു സംഭവം കാണിച്ചു തരാം. തലേ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട ഒരു മഷ്റൂമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നാണ്. ഇന്ന് അതും കൂടെ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് വന്നിട്ട് ടൊമാറ്റോ റൈസിൻ്റെ കൂടെ നല്ലൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുക്കുംബറും പിന്നെ റെഡ് റാഡിഷാണ് കേട്ടോ. അത് നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയുക എന്നുള്ളത് പറയണം. ഇവിടെ വന്നിട്ട് മുല്ലങ്കി എന്ന് പറയും കേട്ടോ. അവിടെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ യോഗേർട്ടിൽ നല്ല തിക്കായിട്ടുള്ള പുളിക്കാത്ത തൈര് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അതുപോലെ കളർഫുള്ളായിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റാഡിഷും കുക്കുംബറും അതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഈ മുളകും പിന്നെ കുറച്ച് മല്ലിയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ റൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാലഡിനെ നിസ്സാരക്കാരനായിട്ട് വിചാരിക്കേണ്ട. സംഭവം നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടാവും. കുറച്ച് നേരത്തെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ടുണ്ടാവും. ഇതിൽ രണ്ടിലും വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ് കേട്ടോ. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ എല്ലാം ഒന്ന് കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയായിരിക്കും. ഇന്ന് ബെഡ്ഷീറ്റ് എന്തായാലും മാറ്റുന്നില്ല. പിന്നെ ഇവിടുത്തെ കബോർഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന എവറിഡേ മേക്കപ്പ് ചെയ്യുന്നവർക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മാമാഅർത്തിൻ്റെ മോയ്സ്ചർ മെയ്ഡ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്. നിങ്ങൾക്ക് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം, പക്ഷേ ചുണ്ട് ഡ്രൈ ആവുമോ എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് ഈ മാമാഅർത്തിൻ്റെ 17 വൈബ്രൻറ്റ് ഷെയ്ഡ്സിൽ കിട്ടുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. എൻറിച്ചഡ് വിത്ത് അവക്കഡോ ഓയിൽ പിന്നെ വൈറ്റമിൻ ഇ ആണ്. 12 hours ലോങ് സ്റ്റേയും കൂടി ഉണ്ട്. പിന്നെ സ്മച്ച് പ്രൂഫും കൂടിയാണ്. എവറിഡേ യൂസിന് നമുക്ക് സേഫാണ്. മെയ്ഡ് സേഫ് സർട്ടിഫിക്കറ്റും ഉണ്ട്. വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസേഷനും കിട്ടും. നമ്മുടെ ഡിഫറെൻറ്റ് മോഡ് അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. അതായത് എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് വരില്ലേ, ഫെസ്റ്റിവൽസ്, നവരാത്രി, വെഡ്ഡിങ്, ദർഗ പൂജ, ദീപാവലി, ദസറ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഓരോന്നിനും ആ ഒരു അവസ്ഥ അനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഷെയ്ഡായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് വന്നിട്ട് കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് പ്ലം പഞ്ചാണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിട്ട് സിനമൺ ന്യൂഡാണ്. ഇപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോവുക, കോളേജിൽ പോവുക, അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ അറിയാൻ വേണം, പക്ഷെ അറിയാതിരിക്കുന്ന പോലെയുള്ള ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് മെലൻ റെഡാണ്. ഇത് കുറച്ചൊരു ഡാർക്ക് റെഡ് പോലെ ഉണ്ടാവും. നൈറ്റ് ഫംഗ്ഷനോ അങ്ങനെ വല്ലതുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്.
പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു റാസ്ബെറി സ്കാർലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡാണ്. അതും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. കാണാൻ നല്ല രസമുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഡാർക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റും. നെക്സ്റ്റ് പിങ്ക് ലെമണേഡാണ്. ഇത് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ന്യൂഡ് കളർ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് മാമാർത്തിൻ്റെ ചാർക്കോൾ ബ്ലാക്ക് കാജലാണ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരൊറ്റ നല്ല ഡാർക്ക് കളറിൽ വരും കേട്ടോ. അപ്പോൾ മാമാർത്തിൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ്ലൈൻ പ്രസൻസും കൂടിയുണ്ട്. മാമാർത്തിൻ്റെ വെബ്സൈറ്റിനോ ആപ്പിനോ വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ സിലു 2024 എന്ന് കൊടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. മാമാർത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് വാല്യൂ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഒനിയൻ ഷാമ്പു സുപ്പീരിയർ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ പറ്റും കേട്ടോ. അപ്പോൾ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. കുട്ടികളൊക്കെ പെട്ടെന്ന് നനച്ചുകൊണ്ട് പിന്നെ ബെഡൊക്കെ പോയിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റൈസിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റൈസ് ഒരു 90% വന്നാൽ മതി. ആ ഒരു സമയത്ത് നമ്മളിതുപോലെ വാറ്റി ഊറ്റിയെടുത്തേക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബട്ടറിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതുപോലെയുള്ള സാധനങ്ങളില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വലുതാക്കിയിട്ടല്ല ചെറുതാക്കി കട്ട് ചെയ്തിരുന്ന സവാള ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസിലും നമ്മൾ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടിട്ടാൽ മതി. പിന്നെ എന്താ പറയുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചതച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 4 തക്കാളി പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ തക്കാളിക്ക് കളർ കുറവായിരുന്നു കേട്ടോ. അതിങ്ങനെ നല്ല റെഡ് കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ റൈസിന് നല്ല അടിപൊളി കളർ കിട്ടും കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഇച്ചിലു ബേബി എണീറ്റിട്ട് വന്നിട്ടുണ്ട്. ആൾക്കുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആളവിടെ ഒതുങ്ങിയിരിക്കുള്ളൂ. നമ്മുടെ പണികൾ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുന്നില്ലേ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് നിർത്തും കേട്ടോ. അപ്പോൾ തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയം ഉണ്ടാവില്ല. തക്കാളി വഴന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ നോർമൽ റൈസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതാണോ അതിലും ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇത് കാണാൻ കളറും ഭയങ്കര നല്ല രസമായിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല. സാധാരണ ചിലതൊക്കെ നല്ല മധുരം ഉണ്ടാവും, പക്ഷേ ഈ സംഭവം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കൂപ്പ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ബോൾ ഷേപ്പിലാവുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു രീതിയിലേക്ക് ഇതാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ HB ലെവൽ കുറവുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ്, അതായത് റെഡ് കളറായിട്ടുള്ളത് ബീട്രൂട്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അനാറ്, ഡേറ്റ്സ് ഇതുപോലെയുള്ള സംഭവങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ലെവൽ കൂട്ടാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. പിന്നില്ലേ എനിക്കിങ്ങനെ ഈ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും അത് ഫോട്ടോ എടുത്ത് വെക്കാനും പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമാണ്. അതായത് യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ എല്ലാം എടുത്ത് വെക്കാം, മിക്കതും ഫോട്ടോസ് ആയിരിക്കും കൂടുതലും. അതുകൊണ്ടാണ് എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പഴയ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് അറിയില്ല. ഇനി അതുകൊണ്ടാണോ എൻ്റെ പാഷൻ അങ്ങനെ ആയതുകൊണ്ടാണോ യൂട്യൂബിൽ എത്തിപ്പെട്ടത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ എന്ത് സംഭവിച്ചാലും പണ്ട് തന്നെ അതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോണിലുണ്ടാവും. ഇപ്പോൾ കുട്ടികൾ എവിടെയെങ്കിലും വീണിട്ട് ചിലപ്പോൾ അത് ഇക്കാക്ക് അയക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ എല്ലാറ്റിൻ്റെ സന്തോഷത്തിൻ്റെ അണിയൊക്കത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ. പിന്നീടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിലിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ആവും എന്നറിഞ്ഞിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാഷൻ നമ്മളെങ്ങനെ എവിടേക്കോ നമുക്ക് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ എപ്പോഴാണോ കണ്ടെത്തുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് സക്സസ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, വിജയിക്കുന്നില്ല എന്നുള്ള വിഷമങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ തന്നെ അതെങ്ങനെയെങ്കിലും കണ്ടെത്തി ആ ഒരു പാഷനെ ഏർണിങ്സ് ആക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നല്ലൊരു വരുമാനം ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാനായിട്ട്
ആയിട്ട് പറ്റും കേട്ടോ. ഇതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഭംഗിയിൽ എല്ലാ ടിഫിനും കണ്ടപ്പോൾ ഞാൻ യൂട്യൂബിലല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ആലോചിച്ചത്. യൂട്യൂബിനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല ആക്ച്വലി. എനിക്ക് പൊതുവേ ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് അറിയാം, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ വെറുതെ വീഡിയോ എടുക്കാനും മാത്രമല്ല ഷോ ഓഫാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഈ 3-4 മണിക്കൂർ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതൊക്കെ കളഞ്ഞിട്ട് ആരെങ്കിലും വേറെ ഫുഡ് ഉണ്ടാക്കും കുട്ടികൾക്ക്? അങ്ങനെയൊന്നും അല്ലല്ലോ. എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ കഴിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ദേ കുട്ടികളൊക്കെ പോയതിന് ശേഷം കുറച്ച് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് കുറച്ച് പുറത്ത് വെച്ചതായിരുന്നു, വലിയ ഇലയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കുറച്ച് വീടിൻ്റെ ഉള്ളിലും വെക്കാമെന്ന് വിചാരിച്ചു. ചെടികളൊക്കെ ചിലതൊക്കെ ഒന്ന് കരിഞ്ഞിട്ടും വാടിയ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെടികളോടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുറത്ത് കമ്പിളിപ്പുഴോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഇഷ്ടമൊക്കെ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസത്തിൽ പുറത്തേക്ക് ഇറങ്ങില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇന്ന് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, കർട്ടൻ്റെയും പിന്നെ ഹെഡ് ബോർഡിൻ്റെയും ഒക്കെ ഇങ്ങനെ മാറ്റണം. അങ്ങനെ കുറേ മാറ്റാനല്ല, പുതിയത് വെക്കണം. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 വർഷമായിട്ട് ബാലൻസ് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു 3 മാസം കൂടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ മാസമല്ല, 3 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കിനൊക്കെ കുട്ടികൾക്ക് ചില സമയങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കണം എന്ന് പറയുന്ന സംഭവങ്ങൾ വീട്ടിൽ തന്നെ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ. സോസേജ് അതുപോലത്തെ സംഭവങ്ങൾ. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് സോസേജ് ഹറാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹലാലായിട്ട് നല്ല മീറ്റിൽ ഇറച്ചിയിൽ ഉണ്ടാക്കുന്ന, കോഴിയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നോക്കി വാങ്ങുന്നത് കേട്ടോ. പിന്നെ പനീർ, ബട്ടർ, ചീസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഇടയ്ക്ക് സ്നാക്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചീസ് എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പണ്ടാണെങ്കിൽ ഞാൻ സമ്മതിക്കൂല കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അന്നത്തെ ആ ഒരു ദിവസം. ഇത് ആക്ച്വലി ഒരു 2 ആഴ്ച മുമ്പ് നടന്നൊരു കാര്യമാണ്, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു അവാർഡ് വാങ്ങാനും വേണ്ടി പോയിട്ടുള്ളതാണ്. എന്ത് അവാർഡാണെന്ന് വിചാരിച്ചാൽ അതായത് സാമൂഹിക പ്രവർത്തക, സോഷ്യൽ വർക്കർ എന്ന രീതിക്കുള്ള ഒരു അവാർഡാണ്. കേരള പുരസ്കാരത്തിൻ്റെ അവാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഈ ഒരു സമയത്ത് ഇത്രയും പെട്ടെന്ന് ഇതെന്നെ തേടി എത്തും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും അവരെന്നെ സ്വീകരിക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ എവിടെയോ എനിക്ക് ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, എൻ്റെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ, ഇനി അത്താക്ക് കിട്ടിയില്ലെങ്കിലും അത്താക്ക് ഇത് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ആ മനുഷ്യന് ഇല്ലാതായി പോയല്ലോ എന്നൊരു തോന്നൽ. പക്ഷേ യഥാർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പബ്ലിക്കായിട്ട്, ഇത്രയും വൈഡായിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്തതുപോലും അത്ത ഇല്ലാതായതോടുകൂടി ആ ഒരു ശൂന്യത മറയ്ക്കാനും വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകുമല്ലോ, ആളുണ്ടായിരുന്നു എന്നെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു, ഭയങ്കര സന്തോഷമാവുമായിരുന്നു, അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ തോന്നിയ കുറേ നിമിഷങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആളില്ല എന്നുള്ള ഒരു സങ്കടവും നന്നായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാദർ എന്താ പറയുക, അറിയാലോ, അത് ഇല്ലാതായി പോയവർക്ക് മാത്രമേ ശരിക്കും അതിൻ്റെ ഒരു വിഷമം ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് എന്തുകൊണ്ടും എൻ്റെ ഫാദറിന് കിട്ടേണ്ട ഒരു പുരസ്കാരം തന്നെയാണ്. കാരണം ആൾ ഒരുപാട് ഞങ്ങളെ കുടുംബത്തിനേക്കാളും അല്ലെങ്കിൽ മക്കളേക്കാളും എന്തിനും പ്രയോറിറ്റിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പുറത്തുള്ള ആൾക്കാരെ എന്ത് കൊടുക്കാം, എങ്ങനെ സഹായിക്കാം, അവനവനില്ലെങ്കിൽ പോലും ചെയ്തിരുന്നൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരുപാട് വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരെയും അറിയില്ല. ഈ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാർ, പിന്നെ എഴുത്തുകാരന്മാർ, അങ്ങനെ ഒരുപാട് പേര്, ഇത് ബ്ലെസ്സി, പിന്നെ ഹരിഹരൻ സാറ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. സിംഗേഴ്സ്. ഇവർക്ക് വന്നിട്ട് ആടുജീവിതം ഫിലിമിന് അവാർഡില്ലേ, ആ ഒരു അവാർഡാണ് കിട്ടിയത്. പിന്നെ മമ്മൂട്ടിയുടെ ഫിലിം ബ്രഹ്മത്തിന്, ഇതിനും അതിൻ്റെ ഡയറക്ടർക്കും ഉള്ള അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഒരുപാട് മേഖലയിലുള്ള എല്ലാവരെയും കൂടെ ചേർത്തിട്ടുള്ളൊരു അവാർഡ് ദാനമായിരുന്നു അത്. മലയാളം പുരസ്കാരത്തിൻ്റെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇസ്മായിൽ ഖാൻ എന്ന് പറഞ്ഞ ഇക്കാണ് എന്നെ ഫസ്റ്റായിട്ട് അത് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നത്, മോൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഫസ്റ്റ് എൻ്റെ ഉപ്പാനെ ഓർത്ത്
ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് മലയാള മങ്ക എന്നുള്ള ആ ഒരു അവാർഡായിരുന്നു. അതിന് വന്നിട്ട് മറ്റേ സാൻഡിൻ്റെ എന്താ പേരെന്നറിയില്ല, അത് അണിയിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പോഴേക്കും ആ കുട്ടി പെട്ടെന്ന് കാല് വീഴാൻ വന്നിട്ടോ, എനിക്ക് പെട്ടെന്നൊരു ബേജാറായി. നമുക്കങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. പിന്നെ അത് കൊടുത്തു. പിന്നെ മമിത ബൈജു നായികക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു, അവർക്ക് അത് സമ്മാനിച്ചു. പിന്നെ അവിടെ സംസാരിക്കാനും വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിരുന്നൊരു സംഭവമുണ്ട്. അതായത് എല്ലാ ഉപ്പമാരും ഈ ഭൂലോകം അല്ലെങ്കിൽ ഭൂമി വിട്ടു പോകുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കും. പക്ഷേ എൻ്റെ ഉപ്പ എന്നെ വിട്ടു പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് കുറേ വിശക്കുന്ന വയറുകളെയും അനാഥരായ മക്കളെയും പാവപ്പെട്ട ആൾക്കാരെയുമായിരുന്നു. അപ്പം അതിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു അനന്തര സ്വത്താണ് ഈ ഒരു അവാർഡും ഈ ഒരു ബഹുമതികളും എല്ലാം തന്നെ. ഇതിനു വേണ്ടിയിട്ട് എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടാനും വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ അഭാവത്തിൽ എൻ്റെ മക്കളെ നോക്കി എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ എൻ്റെ സാരഥിയായ ഇക്കുണ്ട്. പിന്നെ അതിലുപരി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജനങ്ങൾ, നിങ്ങളൊക്കെയാണ് ഇതിനും എന്നെ അർഹരാക്കിയത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരോടും 20 ലക്ഷത്തോളം വരുന്ന എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ ഓരോ സ്നേഹിക്കുന്ന ആൾക്കാരോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്.